ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ആനന്ദും മീനുവും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം മീനുവിനോട് പറയുന്നുണ്ട്, മീനു, നീ എന്താ പറഞ്ഞു വരാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞതുകൊണ്ടാണ് അവൾ കള്ളം പറഞ്ഞത്. ഈ കുടുംബത്തെ മുഴുവനും ചതിക്കാൻ കൂട്ടുന്നത് അത് അവളുടെ തെറ്റാകുന്നില്ലല്ലോ. ഇതൊക്കെയല്ലേ നീ പറയാൻ വരുന്നത് എന്ന് ചോദിക്കുക. അപ്പം മീനു പറയും, അതുകൊണ്ട് അല്ല ആനന്ദേട്ട, എടുത്ത് കള്ളം പറഞ്ഞു, അത് ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല എന്നും കരുതി ആനന്ദേട്ടനോട് ഏടത്തി കാണിച്ച സ്നേഹം കള്ളമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആനന്ദ് മീനുവിനോട് ചോദിക്കുക, മീനു, തിരിച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറയാം. അപ്പം മീനുവിന് മറുപടി ഇല്ലാതെ നോക്കുവാണ് ആനന്ദിനെ. അവളുടെ അച്ഛനും അമ്മയും അവരുടെ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. എന്താ ശരിയല്ലേ? അവര് എന്നെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അവർ ചിന്തിക്കുന്നത് പോട്ടെ, അവൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഞാൻ അവരുടെ ആരും അല്ലല്ലോ, ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യവും അവർക്കില്ല എന്ന് പറയാണ്. അപ്പം മീനു ആണെങ്കിൽ ആനന്ദിനോട് എന്ത് പറയണമെന്നറിയാതെ ആനന്ദിനെ തന്നെ നോക്കി നിൽക്കുക. പക്ഷേ അവൾക്ക് ചിന്തിക്കായിരുന്നല്ലോ, ദേവിയുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നില്ലേ? അവൾ എൻ്റെ കൂടെയല്ലേ ജീവിച്ചത്? അവൾക്ക് എന്നോട് ഇത്രയും കള്ളത്തരങ്ങൾ ചെയ്യാൻ എങ്ങനെ സാധിച്ചു? അവൾ ഈ വീട്ടിൽ നിന്നത് എൻ്റെ ഭാര്യയായിട്ടല്ലേ? ഒരിക്കലെങ്കിലും അവൾ എന്നെക്കുറിച്ച് ചിന്തിച്ചോ? ഇതൊക്കെ ഞാൻ അറിയുന്ന ദിവസം എന്തുമാത്രം ഞാൻ തകർന്നു പോകുമെന്ന് അവൾ എപ്പോഴെങ്കിലും ചിന്തിച്ചോ? എൻ്റെ അവസ്ഥ എന്താകുമെന്ന് അവൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇത്രയും നാളും ഞാൻ ഒന്നും അറിയാതെ അവളുടെ കൂടെ ജീവിച്ചു. അപ്പോൾ എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അവൾ പറഞ്ഞ ഓരോ കള്ളവും അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു എന്ന് ആനന്ദ് പറയാ. സത്യം അറിഞ്ഞതിന് ശേഷവും ഒന്നും ആരോടും പറയാൻ കഴിയാതെ ഒരേ മുറിയിൽ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. എൻ്റെ സങ്കടവും ദേഷ്യവും വിഷമവും അപമാനവും എല്ലാം ഞാൻ എൻ്റെ ഉള്ളിലൊതുക്കി ഈ മുറിയിൽ ഇങ്ങനെ കഴിഞ്ഞു. ആരെ ഞാൻ ഒന്നും അറിയിച്ചില്ല. ഞാൻ എങ്ങനെയാ ഈ വീട്ടിൽ കഴിഞ്ഞതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? എൻ്റെ മാനസികാവസ്ഥ എന്താകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ആനന്ദേട്ട, അങ്ങനെയല്ല, ആനന്ദേട്ടനെ മനസ്സിലാക്കാഞ്ഞിട്ടല്ല എന്ന് പറയാ. പെട്ടെന്ന് ആനന്ദ് ചോദിക്കുക, ഞാൻ ഇവരോടൊക്കെ എന്ത് തെറ്റാ ചെയ്തത്? അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണമെന്ന് വിചാരിച്ചു എന്ന് ആനന്ദ് പറയാണ്. അവളെ സന്തോഷത്തോടെ നോക്കണമെന്ന് വിചാരിച്ചു. അവളെ ഞാൻ കണ്ണ് നനയ്ക്കാതെയല്ലേ നോക്കിയിരുന്നത്? അതാണോ ഞാൻ ചെയ്ത തെറ്റ്? അവളെ ജീവനെ പോലെ ഞാൻ സ്നേഹിച്ചു. അതിനുള്ള ശിക്ഷ അവൾ എനിക്ക് തന്നു. അവളുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി എൻ്റെ ജീവിതം അവർ ബലിയാടാക്കിയത്. എൻ്റെ ജീവിതം തകർക്കുവാണോ ചെയ്യേണ്ടത്? അതുമാത്രം എന്ത് തെറ്റാണ് ഞാൻ അവരോടൊക്കെ ചെയ്തത്? ഈ പറഞ്ഞ ദേവിയോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്? അവളെ ഞാൻ സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്ന് ചോദിക്കാം. അപ്പം അത് കേൾക്കുന്ന മീനുവിന് കരച്ചിൽ വരിക. മനസ്സ് തുറന്ന് വിശ്വസിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്ന് വീണ്ടും ആനന്ദ് പറയണ. ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പോലും പറ്റാത്ത വിധം എന്നെ അവർ തകർത്ത് കളഞ്ഞു. ഇപ്പം എനിക്ക് ആരെയും വിശ്വാസമില്ല എന്ന് പറയണം കേട്ടോ. ഇപ്പോൾ അത് കേൾക്കുന്ന മീനു ആണെങ്കിൽ ആകെ സങ്കടം തോന്നുക. ആനന്ദേട്ടനോട് താൻ സംസാരിച്ചത് ശരിയായില്ലേ എന്നൊരു ചിന്ത മീനുവിൻ്റെ മനസ്സിലേക്കും കടന്നു വരാം. ഞാൻ അവളോട് ഈ നിമിഷം വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു കള്ളവും കാണിച്ചിട്ടില്ല. എൻ്റെ കൂട്ടുകാരോട് അവളെക്കുറിച്ച് പറയുമ്പോഴേ എനിക്ക് 100 നാവായിരുന്നു. ഈ കുടുംബത്തെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു മരുമകള് ദേവിയെക്കുറിച്ച് പറയാൻ തുടങ്ങിയ ഞാൻ നിർത്തില്ലായിരുന്നു. അതിന് എത്ര വട്ടം അവരെന്നെ കളിയാക്കിയിട്ടുണ്ടെന്നറിയാവോ? പലപ്പോഴും ഞാൻ അഭിമാനിച്ചിട്ടുണ്ട്. കോടീശ്വരൻ്റെ മകളായിട്ടും ദേവി ഈ വീടിനോടും നിങ്ങളോടും ഒക്കെ എത്ര സ്നേഹത്തോടെ ജീവിക്കുന്നത്. ഒരു സാധാരണ വീട്ടിലെ പെൺകുട്ടിയെ പോലെയല്ലേ അവള് പെരുമാറിയത് എന്നൊക്കെ ഞാൻ അഹങ്കരിച്ചിട്ടുണ്ട്. മീനുവിനോടും മിത്രയോടും അനുശ്രീയോടൊക്കെ എന്ത് സ്നേഹമാണ് നിങ്ങളോടൊക്കെ ദേവി കാണിച്ച സ്നേഹം കണ്ടപ്പം എൻ്റെ അനിയത്തിമാരെ അവൾ എത്രയാണ് സ്നേഹിക്കുന്നത്, എൻ്റെ ഭാര്യ എന്തുമാത്രം സ്നേഹിക്കുന്നതെന്ന് ഓർത്ത് ഞാൻ ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം പിന്നിൽ ഇതുപോലൊരു കള്ളം ഉണ്ടാകുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. എന്നെ തന്നെ തകർത്ത് കളയുന്ന ഒരു കള്ളം, ഒരു ഭാര്യ ഭർത്താവിനെ എന്ന് മനസ്സിലാക്കുന്ന നിമിഷം ഉണ്ടല്ലോ മീനു, പിന്നെ നമുക്ക് തകരുന്നത് ആ ബന്ധം മാത്രമല്ല, 2 മനസ്സുകൾ കൂടിയാ, ഭർത്താവിൻ്റെ അഭിമാനം കൂടിയാ എന്ന് ആനന്ദ് പറയണ്. അപ്പം ആനന്ദ് പറയുന്ന ഓരോ കാര്യവും അത്ര ശരിയായതുകൊണ്ട് തന്നെ മീനുവിന് മറുപടി ഒന്നുമില്ല കേട്ടോ. മീനു എല്ലാം കേട്ടുകൊണ്ടേ നിൽക്കുകയാണ്. സങ്കടം വരുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കാൻ തന്നെ എനിക്ക് മടിയാ. ആനന്ദേട്ടൻ എന്തൊക്കെയായി പറയുന്നേ എന്ന് മീനു അപ്പം ചോദിക്കുക. വേണ്ട മീനു, ഒന്നും പറയണ്ട, എനിക്കിനി ഒരിക്കലും അവളെ അംഗീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് ആനന്ദ് തീർത്തു പറയാം.
സത്യം പറഞ്ഞ അവളും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് ചരട് വലിക്കുമ്പം അതിനൊത്ത് തുള്ളിക്കളിക്കുന്ന ഒരു മരപ്പാവ. അതുമാത്രമായിരുന്നു ആനന്ദ്. ആർക്കും അപമാനിക്കാനുള്ള ഒരു വസ്തു, ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു വസ്തു. ആനന്ദേട്ടാ, ഇങ്ങനൊന്നും പറയല്ലേ ആനന്ദേട്ടാ. ആനന്ദേട്ടൻ ബുദ്ധിയില്ലാത്തവനോ മരപ്പാവയോ ഒന്നുമല്ല. ആനന്ദേട്ടൻ ദേവിയെടുത്തിയെ സ്നേഹിച്ചു, വിശ്വസിച്ചു. സ്നേഹിക്കുന്ന ആളെ വിശ്വസിക്കുന്നത് ഒരു തെറ്റൊന്നും അല്ല ആനന്ദേട്ടാ. എല്ലാ ബന്ധത്തിൻ്റെയും അടിസ്ഥാനം വിശ്വാസം തന്നെയാ. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഏടത്തേക്ക് സാധിച്ചില്ല. അത് ഏടത്തിയുടെ തെറ്റ് തന്നെയാണ് എന്ന് മീനു പറയാ. പക്ഷേ അതിൻ്റെ പേരിൽ ഏടത്തിയുടെ ആനന്ദേട്ടൻ്റെ സ്നേഹത്തിന് വിലയില്ലാതൊന്നും ആകുന്നില്ലല്ലോ. ആനന്ദേട്ടൻ അനുഭവിക്കുന്നതൊന്നും ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഒന്നും ശരിയാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ അതൊക്കെ മറന്ന് എല്ലാം നാളെ തന്നെ ശരിയാക്കണമെന്നും ഞാൻ പറയുന്നില്ല ആനന്ദേട്ട. വിശ്വാസം തിരിച്ചു വരാൻ ഒരുപാട് സമയം വേണ്ടി വരും. പക്ഷേ അതിനൊരു അവസരം കൊടുക്കണ്ടേ ആനന്ദേട്ട എന്ന് ചോദിക്കുക. ഒരു അവസരം പോലും കൊടുക്കാതെ എല്ലാം ഇങ്ങനെ ധൃതി പിടിച്ച് അവസാനിപ്പിക്കണോ ആനന്ദേട്ട? അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ എന്ന് മീനു ആനന്ദിനോട് പറയാം. ദേവിയെടുത്ത് ചെയ്തതൊന്നും മാറ്റാനോ മായ്ച്ചു കളയാനോ ഒന്നും പറ്റില്ല. പക്ഷേ ഇനി കള്ളങ്ങളൊന്നുമില്ലാതെ എല്ലാം തുറന്നു പറഞ്ഞ് നിങ്ങൾക്ക് രണ്ടു പേർക്കും പുതിയൊരു ജീവിതം തുടങ്ങി സമാധാനത്തോടെ ജീവിച്ചൂടെ ആനന്ദേട്ട? അങ്ങനെ ഒന്ന് ആലോചിച്ചൂടെ? മീനു, നീ പോയി കിടന്നോ, ഒരുപാട് ഇപ്പം തന്നെ വൈകി എന്ന് ആനന്ദ് പറയണം കേട്ടോ. ഞാൻ പറഞ്ഞത് കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ ആനന്ദേട്ട എന്ന് മീനു അപ്പം ചോദിക്കുക. ഏയ്, അങ്ങനെയൊന്നുമല്ല. പിന്നെ എന്താ ആനന്ദേട്ടൻ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുക. ഇത് നമുക്ക് പിന്നീട് സംസാരിക്കാം. പിന്നീട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ആനന്ദേട്ടൻ ഇപ്പോഴും കൃത്യമായൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നല്ലേ അതിനർത്ഥം എന്ന് ചോദിക്കാൻ കേട്ടോ മീനു. ഞാൻ പറയുന്നതിന് അനുകൂലമായിട്ട് എന്തെങ്കിലും എനിക്ക് പ്രതീക്ഷിക്കാവോ എന്ന് ചോദിക്കാം. മീനു, നീ പൊയ്ക്കോ എന്ന് ആനന്ദ് പറയാ. ഇക്കാര്യത്തിൽ ആനന്ദേട്ടൻ്റെ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് മീനു വീണ്ടും പറയാണ്. ഒക്കെ സമയമാകുമ്പോൾ നീ അറിഞ്ഞോളും എന്ന് പറയാം. ആനന്ദേട്ട, കൃഷ്ണമംഗലത്തുകാര് ദേവമംഗലത്തുകാരെ അടിക്കാൻ ഒരു വടി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. നമ്മളായിട്ട് അവരുടെ കയ്യിൽ ഒരു ആയുധം വെച്ച് കൊടുക്കണോ ആനന്ദേട്ട എന്ന് മീനു വീണ്ടും ചോദിക്കാം. ദേവിയെടുത്ത് ചെയ്തത് തെറ്റാണ്, പക്ഷേ ഞാൻ ഒരിക്കലും അതിനെ അനുകൂലിക്കുന്നതല്ല. അതിൻ്റെ പേരിൽ നമ്മളെടുക്കുന്ന തീരുമാനം പിന്നീട് നമ്മളെല്ലാവരും വിഷമിക്കുന്നത് പോലെ ആകരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് മീനു ആനന്ദിനോട് പറയാൻ കേട്ടോ. എന്നിട്ട് അവിടുന്ന് പോകാനായിട്ട് തുടങ്ങാം. അപ്പം വീണ്ടും ആനന്ദിൻ്റെ അടുത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. പക്ഷെ മീനു സംസാരിക്കുന്നതൊക്കെ ആനന്ദിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് മീനുവിനോട് അവിടെ നിന്ന് പോകാനായിട്ട് പറയുന്നത്. ഇതേ സമയം ദേവിയാണെങ്കിൽ അവളുടെ വീട്ടിൽ എന്തോ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് പോലെ നോക്കുക. പെട്ടെന്ന് പത്രം തട്ടിപ്പറിച്ചതുപോലെ ഉദയഭാനുവിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുക. നീ എന്താ ഇത്ര കാര്യമായിട്ട് നോക്കുന്നത്? നോക്കട്ടെ എന്നും പറഞ്ഞ് ദേവി എല്ലാം ചുറ്റും നോക്കുവാണേ. എടി മോളെ, നീ എന്താ ഈ നോക്കുന്നത്? നീ ലോട്ടറി എടുക്കാൻ വല്ലതും തുടങ്ങിയോ? അത് അടിച്ചോന്നാണോ നോക്കുന്നത്? എടുത്തിട്ടുവേ ഒരു കാര്യവും ഇല്ലല്ലോ. നമുക്ക് നല്ല സമയമായിരുന്നെങ്കിലേ നീ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കേണ്ടി വരുമായിരുന്നോ എന്ന് ചോദിക്കുക. എന്നപ്പം ദേവി പറയുക, ഒരു ഒഴിവ് പോലുമില്ല. എന്തൊഴിവ്? ജോലി ഒഴിവ് എന്ന് അപ്പം ദേവി പറയും. ഓ, ജോലി ഒഴിവോ എന്ന് ഉദയഭാനു ചോദിക്കുകയാണ്. ഓ, എനിക്ക് മനസ്സിലായി. അപ്പം അച്ഛനെ സെക്യൂരിറ്റി പണിക്ക് വിട്ടിട്ട് അമ്മയും മോളും കൂടി ജീവിക്കാനാ തീരുമാനിച്ചിരിക്കുന്നതല്ലേ? മോളെ പൊന്നുകുട്ട, അച്ഛന് പനി വരും അധ്വാനിച്ച. അച്ഛന് ജോലിക്ക് വിടുന്ന കാര്യമൊന്നും അല്ല. എനിക്കൊരു ജോലി നോക്കാൻ വേണ്ടിയിട്ടാ പത്രം ഒന്ന് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞേ എന്ന് പറയും. ഓ, അതായിരുന്നോ എന്നുള്ള രീതിയിൽ ഉദയഭാനു നോക്കുക. ഇത് നോക്കിയേ, ഒഴിവുകൾ കിടക്കുന്നത് കണ്ടോ? മിനിമം ഡിഗ്രിയാണ് യോഗ്യത, എനിക്കതില്ലല്ലോ എന്ന് ദേവി പറയാം. 10ാം ക്ലാസ് വരെ പഠിച്ച് എനിക്ക് എവിടുന്ന് കിട്ടാനാ ജോലി? അല്ല മോളെ, നീ അല്ലെങ്കിലും ഇപ്പോൾ പല കമ്പനികളിലുള്ള ആൾക്കാരെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുക എന്ന് ദേവി പറയാം. ലോകം മുഴുവനും ഇപ്പോഴീ കാശിൻ്റെ പ്രശ്നങ്ങൾ പൊങ്ങി വന്നുകൊണ്ടിരിക്കുമല്ലേ? അച്ഛൻ്റെ കമ്പനികൾ പോലും എത്ര പ്രശ്നങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നറിയാവോ എന്ന് ഉദയഭാനു ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു വിടുമോ. എൻ്റെ പൊന്നച്ഛ, എന്തോന്നാ അച്ഛ ഈ വിളിച്ച് പറയുന്നത്? അല്ല, പല സമയത്തും ഇല്ലാത്ത കമ്പനികളുടെ പേര് പറഞ്ഞ് അതിങ്ങനെ നാക്കിൽ വന്നുകൊണ്ടേയിരിക്കുക. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. അല്ല, പലരെയും ഇല്ലാത്ത കമ്പനികളുടെ പേര് പറഞ്ഞ് കുറേ പറ്റിച്ചിട്ടുള്ളതല്ലേ? അങ്ങനെ പറഞ്ഞ് ഇപ്പം പല കമ്പനികളും എവിടെയൊക്കെയോ ഉണ്ടെന്നാ ഞാൻ അറിയാതെ അങ്ങ് വിശ്വസിച്ച് പോകുമോ മോളെ? എന്ത് ചെയ്യാനാ? അതുകൊണ്ടാ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ നാവിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരിക്കലും മാറുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോയില്ലേ അച്ഛൻ? എനിക്ക് സ്കൂട്ടറെങ്കിലും ഓടിക്കാൻ അറിയാമായിരുന്നെങ്കിൽ ഓൺലൈനിൽ ഫുഡ് കൊണ്ട് കൊടുക്കുന്ന ജോലിയെങ്കിലും ഞാൻ ചെയ്തേനെ. അതിനാകുമ്പം വലിയ
വിദ്യാഭ്യാസമൊന്നും വേണ്ടല്ലോ, 10ാം ക്ലാസ് പഠിച്ചവർക്കും ആ ജോലി കിട്ടും, പക്ഷെ സ്കൂട്ടർ ഓടിക്കാൻ അറിയണം എന്ന് ദേവി വിഷമത്തോടു കൂടി പറയാം. അപ്പം ശ്രീകല അങ്ങോട്ട് വരിക. ആരെ ഇവിടെ ജോലിക്ക് പോണേ എന്ന് ശ്രീകല അപ്പം ചോദിക്കുക. അപ്പം ഉദയഭാനു ദേവിയെ ചൂണ്ടിക്കാണിക്കുക. നിന്നോട് ആരെ ഇവിടെ ജോലിക്ക് പോകാൻ പറഞ്ഞത് എന്ന് ശ്രീകല ചോദിക്കുക. ജോലി ഇല്ലാതെ പിന്നെ എങ്ങനെ ജീവിക്കൂന്നാ? അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് ശ്രീകല പറയും. എങ്ങനെ നോക്കൂന്ന്? അച്ഛൻ വീണ്ടും ആരെയെങ്കിലും പറ്റിച്ച് കാശ് കൊണ്ടുവരുന്നതും കാത്ത് അമ്മ ഇരിക്കുവാണോ എന്ന് ചോദിക്കും. ദേവി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇവിടുന്ന് ഒരു ജോലിക്കും പോകുന്നില്ല എന്ന് ശ്രീകല പറയാം. അത് അമ്മ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ആ മതി, ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, ഇക്കാര്യത്തിൽ ഞാൻ തീരുമാനിക്കുന്നത് പോലെ നീ അങ്ങ് പ്രവർത്തിച്ചാൽ മതി എന്ന് പറയാം. അപ്പം ദേവി ശ്രീകലയുടെ അടുത്തേക്ക് വരിക. എൻ്റെ പൊന്നമ്മേ, എനിക്കിവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല, എൻ്റെ ചിലവെങ്കിലും ഞാൻ തന്നെ നോക്കണം, എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ എന്ന് പറയാം. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് കൂട്ടണ്ട, പിന്നെ എങ്ങനെ ജീവിക്കൂന്നാ? അതുകൂടെ ഒന്ന് പറഞ്ഞതാ. നീ നോക്കിക്കോ, ഇപ്പോഴത്തെ ചൂടൊക്കെ ഒന്ന് കഴിയട്ടെ, ആനന്ദ് നിന്നെ തേടി ഇവിടെ വരും എന്ന് പറയാം. അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ, എനിക്ക് തോന്നുന്നതൊന്നുമല്ല. ഒരിക്കലും ആനന്ദേട്ടൻ എന്നെ തേടി വരില്ലമ്മേ, അതെനിക്കറിയാം. എൻ്റെ ആനന്ദേട്ടൻ്റെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം. ആ മനസ്സ് എനിക്കറിയാവുന്നതുപോലെ ആർക്കും അറിയില്ലല്ലോ എന്ന് ചോദിക്കാം. ഞാൻ ചെയ്തതൊന്നും ആനന്ദേട്ടൻ അത്ര പെട്ടെന്നൊന്നും മറക്കത്തില്ല എന്ന് പറയാം. ദേവമംഗലത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ആനന്ദ് വരുമെന്ന് പറഞ്ഞത് ഈ ശ്രീകരയാണെങ്കിൽ അത് നടന്നിരിക്കും, ആനന്ദ് വന്നിരിക്കും. അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊന്നും നീ ചിന്തിച്ചു കൂട്ടണ്ട എന്ന് ശ്രീകല പറയാം. അപ്പം ദേവിയാണെങ്കിൽ ആനന്ദ് വരുമോ എന്നുള്ള പ്രതീക്ഷയോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണേ. ഇതേ സമയം നമ്മുടെ ആര്യനും മിത്രയും അവരുടെ റൂമിൽ കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മിത്ര, നാളെ രാവിലെ ഞാൻ നേരത്തെ ഇറങ്ങൂട്ടോ. ആണോ? എന്താ ആര്യ കാര്യം? ലോഡ് ഓട്ടോ ഉണ്ടോ എന്ന് ചോദിക്കാം. ആ, നമ്മുടെ കടയുടെ ഓട്ടോവാ, പച്ചക്കറി ലോഡ് എടുക്കാനായിട്ട് പോകണം, നേരത്തെ ചെല്ലണോന്നേ രാമേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ആ, എന്നാ കിടന്നോ, രാവിലെ പോകേണ്ടതല്ലേ എന്ന് മിത്ര പറയേ. താനും കിടന്നോ, ഇനിയിപ്പം തനിക്ക് രാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസിനൊക്കെ പോകേണ്ടതല്ലേ എന്ന് ചോദിക്കാം. അങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അവർ രണ്ടുപേരും അവരുടെ സ്ഥലത്ത് കയറി കിടക്കുകയാണ് കേട്ടോ. അപ്പം ആര്യനാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. മിത്രയാണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ 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 ആലോചിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പം ആര്യം പറയും, ഏയ് ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ടല്ലോ എന്ന്. അപ്പം മിത്രയും പറയാം, എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുമില്ല ആര്യ എന്ന് പറയാം. എന്താടോ, തനിക്ക് എന്തു പറ്റി എന്ന് ചോദിക്കുക. എന്തേലും പ്രശ്നമുണ്ടോ എന്ന് ആര്യനപ്പം മിത്രയോട് ചോദിക്കുകയാണേ. അല്ല, ഉറക്കം വരാത്തത് എന്താണെന്ന് ഞാൻ ചോദിച്ചത്. എന്തു പറ്റി? അത് പിന്നെ മീനു ചേച്ചി ആനന്ദേട്ടനോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. ആ, എന്നിട്ടോ? എന്നിട്ട് എന്താ ഉണ്ടായത്? ഏടത്തിയുടെ കാര്യമൊന്നും പറയാൻ പോലും ആനന്ദേട്ടൻ സമ്മതിച്ചില്ലാത്രേ, അത്രയ്ക്ക് മറന്നെന്ന് തോന്നുന്നു. ഏട്ടനിപ്പം വല്ലാത്തൊരു മാനസികാവസ്ഥയിലല്ലേ? മീനു ചേച്ചി ആകെ വിഷമിച്ചിരിക്കുമായിരുന്നു. അല്ല, ആനന്ദേട്ടനോട് ആരിനൊന്ന് സംസാരിച്ചൂടെ? ഇല്ല മിത്രേ, ഞാൻ ഈ കാര്യം സംസാരിക്കില്ല, അത് ഞാൻ എന്നോ തീരുമാനിച്ചതാ, അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാലും ആരിനൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ എന്ന് വീണ്ടും പറയാം. എടോ, ഏട്ടനോട് ഞാൻ എന്താ പറയണ്ടേ? എല്ലാം മറക്കാൻ പറയണോ, അതോ എല്ലാം ക്ഷമിക്കാൻ പറയണോ? ചതിക്കപ്പെട്ട ആ മനുഷ്യനോട് എല്ലാം മറന്നേക്കുന്ന ഞാൻ എങ്ങനെയാ ഇത്രയും പറയേണ്ടത് എന്ന് ചോദിക്കാം. ആ മനുഷ്യൻ്റെ വിഷമം എന്താണെന്ന് അദ്ദേഹത്തിനല്ലേ അറിയുള്ളൂ. ആ മനുഷ്യൻ അനുഭവിച്ചതൊക്കെ വേറെ ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? ഏട്ടൻ്റെ മനസ്സിനേറ്റ മുറിവ്, അതിൻ്റെ വേദന നമുക്കറിയാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അപ്പം മിത്ര പറയും, ആര്യ, ഏടത്തി മനഃപൂർവ്വം നമ്മളെ ഒന്നും ചതിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ഒന്നും ചെയ്തതല്ലല്ലോ ഇതൊക്കെ എന്ന് ചോദിക്കാം. ഏടത്തിയുടെ അച്ഛനും അമ്മയും ചെയ്തതിൻ്റെ ശിക്ഷയാ ആ പാവം ഏടത്തി ഇപ്പം കിടന്ന് അനുഭവിക്കുന്നത് എന്ന് പറയാം. എനിക്കറിയാം, പക്ഷേ അതൊരു ന്യായമാണോ? എനിക്ക് ഏടത്തിയോട് ദേഷ്യമൊന്നുമില്ല, പക്ഷെ ഒരിക്കലും ആനന്ദേട്ടനോട് ഞാൻ സംസാരിക്കുകയുമില്ല. എനിക്കെൻ്റെ ഏട്ടൻ തന്നെ വലുത്. ഏട്ടൻ്റെ സമാധാനവും സന്തോഷത്തിനും തന്നെ എനിക്കെന്നും പ്രധാനം. അതിനും മറികടന്ന് ഞാൻ ഒന്നും ചിന്തിക്കത്തുമില്ല. അപ്പം ആനന്ദേട്ടൻ ഏടത്തിയെ ഡിവോഴ്സ് ചെയ്തോട്ടെ എന്നാണോ ആര്യം പറയുന്നത്? മിത്രേ, ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കാം. ഡിവോഴ്സ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ ബന്ധത്തിൽ തുടരണമെന്ന് ഏട്ടനോട് പറയാൻ എനിക്ക് സാധിക്കില്ല മിത്രേ, അത് ഞാൻ പറയുകയുമില്ല എന്ന് തീർത്തു പറയാം. അങ്ങനെ പറയല്ലേ ആര്യ എന്നപ്പം മിത്ര പറയാം. എനിക്കങ്ങനെ പറയാൻ തന്നെ പറ്റുമോ എൻ്റെ ഏട്ടനോട്? ഏട്ടൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഒരിക്കലും ആ വ്യക്തിയോട് ഞാൻ ക്ഷമിക്കത്തുമില്ല. അപ്പം പിന്നെ ഏട്ടൻ ചെയ്തതിലെ ശരിയും തെറ്റുമൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കാനാ എന്ന് ചോദിക്കാം. ആര്യ, ഞങ്ങൾക്ക് ആനന്ദേട്ടനെയും വേണം, ഏടത്തെയും വേണം, അവർ സന്തോഷത്തോടെ ജീവിക്കുകയും വേണം. ആരും ജയിക്കണ്ട, ആരും തോൽക്കുകയും ചെയ്യണ്ട, പക്ഷേ ഒന്ന് സംസാരിക്കാലോ.
അത് മാത്രമേ ഞാനും മീനു ചേച്ചിയും അനുമോളും ഒക്കെ ആഗ്രഹിക്കുന്നുള്ളൂ. പഴയതുപോലെ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ. അപ്പച്ചി അങ്കിളും ഒക്കെ അത് തന്നെ ആവും ആഗ്രഹിക്കുന്നേ. പുറമേ പറയുന്നില്ലെന്നാകും. എനിക്കും അത് തന്നെ ആരും ആഗ്രഹം ഇത്രേ എന്ന് ആര്യം പറയാണ്. പക്ഷേ പക്ഷേ ഇപ്പം എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് മിത്രേ. ഇനി നമ്മൾ പിടിച്ചാൽ ഒന്നും ശരിയാകാൻ പോകുന്നില്ല എന്ന് ആര്യം പറയാണ്. ഏട്ടനെ വിഷമിപ്പിക്കുന്ന ഒരു തീരുമാനമായിട്ട് ഞാൻ ഏട്ടൻ്റെ അടുത്തേക്ക് ചെല്ലത്തുമില്ല. അത് ഞാൻ എൻ്റെ ഏട്ടനോട് കാണിക്കുന്ന നീതിയാണ്. ആ മനുഷ്യനോട് ഞങ്ങളെങ്കിലും കുറച്ച് കരുണ കാണിക്കണ്ടേ എന്ന് ചോദിക്കുക. അപ്പം മിത്രയ്ക്കും ആരിനോട് പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനായിട്ടില്ല കേട്ടോ. ഇതേ സമയം രാവിലെ തന്നെ എല്ലാവരും കൃഷ്ണമംഗലത്ത് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പം അനന്തനും ഇന്ദിരാമ്മയും കൂടി സന്തോഷിച്ച് നിൽക്കുക. ഇന്ദിരാമ്മ അനന്തനോട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യാണ്. പെട്ടെന്ന് അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മനും ഒരുങ്ങി ഇറങ്ങുക. ഞാൻ എല്ലാവരോടുമായിട്ടൊന്ന് ചോദിക്കുക, ദേവമംഗലത്ത് പോയി അവരോടൊക്കെ ഒന്ന് പറയണ്ടേ എന്ന് ചോദിക്കുക. ഒരു നല്ല കാര്യത്തിനല്ലേ, അവർക്ക് സന്തോഷമാവുകയുള്ളൂ ഏട്ടാ എന്ന് പറയാം. അത് കേൾക്കുന്ന അനന്തനും ഇന്ദിരാമ്മയും പരസ്പരം നോക്കുക. പെട്ടെന്ന് അനന്തൻ വേണ്ടെന്നുള്ള രീതിയിൽ ഇന്ദിരാമ്മയെ കാണിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ദിരാമ്മയാണെങ്കിൽ ധർമ്മനോട് പറയും, അത് വേണ്ടെന്നൊക്കെ. പെട്ടെന്ന് അച്യുതനും രാജശ്രീയും അങ്ങോട്ട് ഇറങ്ങി വരാം. എടാ, നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. നമ്മൾ നല്ല ഉദ്ദേശത്തോടെയൊക്കെ ആയിരിക്കും പറയുന്നത്, പക്ഷെ അവരിത് എങ്ങനെ എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. അതേ ധർമ്മ എന്ന് രാജശ്രീയും പറയും. ഒക്കെ കഴിഞ്ഞിട്ട് അവരെ അറിയിക്കുന്നത് തന്നെ നല്ലത് എന്ന് പറയണേ. പെട്ടെന്ന് അലോകു അങ്ങോട്ട് വരിക. കൊച്ചച്ഛനുമായിട്ട് തെറ്റിയിരിക്കുന്ന സാഹചര്യത്തിൽ ഒന്നും പറയാൻ പോകണ്ട, അത് തന്നെ നല്ലത്. പെട്ടെന്ന് അനന്തൻ പറയും, അതെ, രാഹുകാലം കഴിയുന്നതിന് മുന്നേ ഉദ്ഘാടനം നടത്തണം, വന്നേ എന്ന് പറയാം. എൻ്റെ പൊന്ന് ധർമ്മേട്ട, ഉദ്ഘാടനം ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി ദേവമംഗലത്ത് പറയാം, അതുപോരെ എന്ന് ചോദിക്കാം. അപ്പം അനന്തനും പറയും, അതാ നല്ലത്, വാ നമുക്ക് ഇറങ്ങാം എന്ന് പറയണേ. അങ്ങനെ അവരെല്ലാവരും കൂടി കൃഷ്ണമംഗലത്ത് നിന്നും ഉദ്ഘാടനത്തിനായി പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുക. ഇതേ സമയം ദേവമംഗലത്ത് ഗോമതി മുറ്റത്ത് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് കൃഷ്ണമംഗലത്തുള്ള എല്ലാവരും കൂടി പുറത്തേക്ക് പോകുന്നത് കാണുന്നത്. അല്ല, ഇവരെല്ലാവരും കൂടി ഇതെങ്ങോട്ടാണ് പോകുന്നത്? അമ്മയും ഉണ്ടല്ലോ, എങ്ങോട്ടും പോണ കാര്യമൊന്നും അമ്മ പറഞ്ഞില്ലല്ലോ. ഇനി ആരുടെയെങ്കിലും കല്യാണമാണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ എന്നോട് പറയേണ്ടതായിരുന്നല്ലോ. പക്ഷേ അമ്മ ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. ഇനിയിപ്പോൾ എവിടെ പോയതാകും? എന്തായിരിക്കും അവിടെ കാര്യം എന്നൊക്കെയുള്ള ചിന്ത വരിക. ഇതേ സമയം അവരെല്ലാവരും ഇന്ദ്ര സ്റ്റോഴ്സിലേക്ക് ചെല്ലുക. അപ്പം തൻ്റെ പേരൊക്കെ സ്റ്റോറിനിട്ടിരിക്കുന്ന കാണുന്ന ഇന്ദിരാമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുക. നോക്കിക്കമ്മേ, അമ്മയുടെ പേരാട്ടോ കടക്കിട്ടിരിക്കുന്നത് എന്ന് പറയാം. പെട്ടെന്ന് ധർമ്മനാണെങ്കിൽ ചുറ്റും നോക്കുക. അപ്പം ദേവമംഗലത്തുള്ള നമ്മുടെ ഗോമതി സ്റ്റോറിൻ്റെ അടുത്ത് തന്നെയാണ് കടയെന്ന് ധർമ്മന് മനസ്സിലാകും. അപ്പം രാജശ്രീയും പറയും, അമ്മയ്ക്ക് സന്തോഷമായോ? അച്ചുവേട്ടൻ ഈ കടയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എപ്പോഴും പറയുമായിരുന്നു അമ്മയുടെ പേരാ ഇടണ്ടേതെന്ന്. അപ്പം ഇന്ദിരാമ്മയ്ക്ക് അങ്ങ് സന്തോഷമാവുക. പെട്ടെന്ന് ധർമ്മനാണെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്താടാ, കടയും പരിസരമൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളിയായിട്ടില്ലേ? ഈ ഏട്ടൻ നല്ല അടിപൊളി ഒന്നാന്തരം കടയല്ലേ നിനക്ക് ഇട്ട് തന്നിരിക്കുന്നത്? അടിപൊളിയോ? എന്തടിപൊളി എന്ന് ധർമ്മൻ ചോദിക്കുക. ഇവിടെയാണോ കടയിട്ട് തരേണ്ടത്? ഇതാണോ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച കട എന്ന് ധർമ്മൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനന്തം പറയും, എന്താടാ, എന്താ പ്രശ്നം എന്ന് ചോദിക്കാം. ഏട്ടാ, ഇവിടെ എനിക്ക് കടയിട്ട് തരാൻ നിങ്ങൾക്ക് സ്ഥലം കിട്ടിയല്ലോ. എന്താ ഏട്ടാ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? അവിടെയാ ഗോമതി സ്റ്റോർ. ഇവിടെ തന്നെ കടയിട്ടത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല എന്ന്. ഞാൻ എന്തായാലും അവരോടൊക്കെ പിണക്കത്തില്ല എന്നും കരുതി നെറുകേട് ഞാൻ കാണിക്കില്ല. ഈ ധർമ്മന് ഒരു മാന്യതയുണ്ട്, അത് വിട്ട് ഞാൻ കളിക്കുകയുമില്ല എന്ന് പറയാം. ഇനി എന്തു പറഞ്ഞാലും ശരി, എന്നെ വളർത്തിയതും വലുതാക്കിയതും അവർ തന്നെയാണ്. നിങ്ങളൊക്കെ തന്നെ ഉദ്ഘാടനം അങ്ങ് നടത്തിയേ മതി. ഈ വൃത്തികേടിന് തൽക്കാലം ധർമ്മൻ നിന്ന് തരില്ല എന്ന് പറയാം. അപ്പം അലോക് പറയും, കൊച്ചച്ഛന് എന്തൊക്കെയായി പറയുന്നത്? കൊച്ചച്ഛന് ഒരു കട വേണം, അതിന് കിട്ടിയ സ്ഥലത്ത് കട തുടങ്ങി, അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും അല്ല എന്ന് പറയാം. അത് കേൾക്കുന്ന ധർമ്മം പറയും, എനിക്കെല്ലാവരെയും ഇപ്പം മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഈ കെണിയിൽ ഉൾപ്പെടുത്തിയതാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. ധർമ്മ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് എന്ന് ആനന്ദം പറയും. കാര്യം കാണാനുള്ള ഈ പഞ്ചാര വാക്കും ക്ഷമ പറച്ചിലും ഒന്നും വേണ്ട. കട അല്ലെങ്കിലേ നിങ്ങൾ തന്നെ അങ്ങ് നടത്തിക്കോ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ, എന്നെ എന്തായാലും ബലിയട ആക്കണ്ട എന്ന് ധർമ്മം തീർത്തു പറയാം. അപ്പം അച്യുതൻ പറയും, ഏട്ടാ അവനെ അങ്ങ് തടയണ്ട, നമ്മുടെ മുഖത്ത് കരി വാരി തേക്കാനാ അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയാം. ഗോമതി സ്റ്റോറിൻ്റെ തൊട്ടടുത്ത് ഇന്ദിര സ്റ്റോർ. കൊള്ള ഏട്ടാ, എന്നെ ബലിയാടാക്കിക്കൊണ്ട് ദേവമംഗലത്തുള്ളവരുടെ പ്രതികാരം വീട്ടാൻ ഏട്ടൻ കണ്ടെത്തിയ പദ്ധതിയെ ഇതെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ഈ ധർമ്മനുണ്ട്. എന്തായാലും ഏട്ടൻ കഷ്ടപ്പെട്ട് തുടങ്ങിയ കടയല്ലേ, ഏട്ടൻ തന്നെ നടത്തിക്കോ എന്നും പറഞ്ഞാൽ അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുക. പെട്ടെന്ന് സുഖിനെ ഇടയിൽ കയറി നിൽക്കുകയാണ്. ധർമ്മേട്ടൻ ഇപ്പം ഈ കാണിക്കുന്നതാ നെറുകേട്. നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഒരു
കട തുടങ്ങി തന്ന ഇവരോട് ഈ കാണിക്കുന്നത് ശരിക്കും നന്ദികേട് തന്നെയാ. അപ്പുറത്ത് ഗോമതി സ്റ്റോർ ഉണ്ടെന്ന് കരുതി നമ്മുടെ കട ഇവിടെ തുടങ്ങുന്നതിൽ എന്താ ഇത്ര തെറ്റിരിക്കുന്നത്? ഒരു നാട്ടിൽ ഒരു കടയെ പാടുള്ളെന്ന് എവിടെയെങ്കിലും നിയമമുണ്ടോ? എല്ലാവർക്കും ജീവിക്കണ്ടേ, അല്ലാതെ ഈ നാട് മുഴുവനും ബാലേട്ടൻ്റെ സ്വന്തമൊന്നും അല്ലല്ലോ എന്ന് സുകന്യ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുകന്യ ഈ രീതിയിൽ പ്രതികരിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ ധർമ്മനൊന്നും മിണ്ടാതെ അവിടെ നിൽക്കുന്നുണ്ട്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട്